ഹായ് ഡിയേഴ്സ്, വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് നമുക്കെല്ലാവർക്കും ഒരുപോലെ ഇഷ്ടപ്പെട്ട ഒരു സംഭവമാണ് ഈ പപ്പടം. അപ്പോൾ അത് നമുക്ക് ഒട്ടും തന്നെ എണ്ണയൊന്നും ഇല്ലാണ്ട് വളരെ ഈസി ആയിട്ട് എങ്ങനെ ഉണ്ടാക്കിയെടുക്കാം എന്നുള്ളൊരു കിടിലൻ ടിപ്പുമായിട്ടാണ്. നമ്മളൊക്കെ ബിരിയാണീൻ്റെ കൂടെയാണെങ്കിലും സാമ്പാറിൻ്റെ കൂടെയാണെങ്കിലും എന്തിൻ്റെ കൂടെയാണെങ്കിലും നല്ലൊരു പുട്ട് കഴിക്കാനും എല്ലാത്തിനും നമുക്ക് ഈ ഒരു പപ്പടം അത്യാവശ്യമാണ്. അപ്പോൾ അതുപോലെ തന്നെ ഒരുപാട് ഓയിലൊക്കെ ഇട്ട് ഫ്രൈ ചെയ്ത് കഴിക്കുമ്പോൾ അത് നമുക്ക് നമ്മുടെ ശരീരത്തിന് അത്രയ്ക്കും നല്ലതുമല്ല. അപ്പോൾ നമ്മൾ ഇതുപോലെയൊക്കെ ഒട്ടും തന്നെ ഓയിലൊന്നും ഇല്ലാതെ തന്നെ നമ്മൾ ഇതുപോലെ പപ്പടമൊക്കെ എപ്പോഴും കഴിക്കുകയാണെങ്കിൽ കൂടെ നമുക്ക് കുഴപ്പമില്ല. കാരണം ഒട്ടും തന്നെ ഓയിലില്ലാതെയാണ് നമ്മൾ ഈ പപ്പടം ഉണ്ടാക്കുന്നതെങ്കിൽ. അപ്പോൾ ഈ ഒരു ടിപ്പ് നിങ്ങൾ എന്തായാലും കണ്ടു നോക്കുക. വീഡിയോ ഫുള്ളായിട്ട് സ്കിപ്പ് ചെയ്യാണ്ട് കണ്ടു നോക്കുക. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങളൊന്ന് ലൈക്കും കൂടെ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക കേട്ടോ. അപ്പോൾ നമുക്ക് നമ്മുടെ ആദ്യത്തെ ടിപ്പ് ഒന്ന് കണ്ടു നോക്കാം. ഞാൻ ഫ്രിഡ്ജിൽ 3 ദിവസമായിട്ട് വെച്ചൊരു തേങ്ങയാണ് കേട്ടോ ഇത്. അപ്പോൾ ഉപയോഗിക്കാൻ വേണ്ടി ഞാൻ എടുത്തപ്പോൾ ഈ തേങ്ങ നന്നായിട്ട് വാടിയിരിക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഇതുപോലെ ഫ്രിഡ്ജിൽ വെച്ചാലും തേങ്ങ ഇതുപോലെ വാടിയിരിക്കും. അങ്ങനെയൊന്നും ഇല്ലാണ്ട് നമുക്ക് നല്ല ഫ്രഷ് ആയിട്ട് തന്നെ നമ്മുടെ തേങ്ങ കിട്ടാൻ വേണ്ടിയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റിയൊരു കിടിലൻ ടിപ്പാണ് ഞാനിന്നിവിടെ കാണിക്കുന്നത്. നമുക്കൊന്നും ചെയ്യേണ്ട, പ്രത്യേകിച്ച് നമ്മുടെ കയ്യിലുള്ള ഓയിൽ എന്ത് തന്നെയാണെങ്കിലും, വെളിച്ചെണ്ണയോ അല്ലെങ്കിൽ നമ്മൾ ഉപയോഗിക്കുന്ന റിഫൈൻഡ് ഓയിൽ എന്ത് തന്നെയാണെങ്കിലും അത് തേങ്ങയുടെ മുകളിലായിട്ട് നമ്മൾ ഇതുപോലെ 1-2 ദിവസം കഴിഞ്ഞ് എടുക്കുന്നൊക്കെ ഒരു തേങ്ങയാണെങ്കിൽ ഇതുപോലെ ഒന്ന് നമുക്ക് തേച്ച് കൊടുത്ത് വെക്കുവാണെങ്കിൽ നല്ല ഫ്രഷ് ആയിട്ട് തന്നെ നമ്മൾ 2-3 ദിവസം കഴിഞ്ഞ് എടുക്കുവാണെങ്കിൽ നല്ല ഫ്രഷ് ആയിട്ട് തന്നെ ആ തേങ്ങ ഉണ്ടാവും കേട്ടോ. അപ്പോൾ നല്ല യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു ടിപ്പാണ്. ട്രൈ ചെയ്ത് നോക്കുക. ഈ ടിപ്പ് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്കും കൂടെ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക കേട്ടോ. അപ്പോൾ ഇനി നമുക്ക് നമ്മുടെ അടുത്ത ടിപ്പ് ഒന്ന് കണ്ടു നോക്കാം. ഇപ്പോൾ എല്ലാ ആളുകളെല്ലാവരും വളരെ ഹെൽത്ത് കോൺഷ്യസ് ആണ്. അപ്പോൾ എല്ലാവരുടെ വീട്ടിലും ഇതുപോലെ ഗ്രീൻ ടീ ഉണ്ടാകും. അപ്പോൾ നമ്മൾ അതൊക്കെ ഉപയോഗിച്ചതിന് ശേഷം ബാക്കി വരുന്ന ആ ഒരു ഗ്രീൻ ടീയുടെ ഡസ്റ്റ് നമുക്ക് വലിച്ചെറിയുന്നതിന് പകരമായിട്ട് അതുകൊണ്ട് നമുക്കൊരു നല്ലൊരു യൂസ് ഉണ്ട് കേട്ടോ. നമ്മുടെ കൈമുട്ടിയിലും കാൽമുട്ടിയിലൊക്കെ ഉണ്ടാകുന്ന ആ ഒരു കറുപ്പ് നമുക്ക് ഇല്ലാണ്ടാക്കാൻ, അതുപോലെ തന്നെ കഴുത്തിൻ്റെ പുറകിലൊക്കെ ഒരു ചിലവർക്ക് ഉണ്ടാകുന്ന ആ ഒരു കറുപ്പൊക്കെ ഇല്ലാണ്ടാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഇതുപോലെ ഉണ്ടാകുന്ന ഈ ഒരു ഗ്രീൻ ടീയുടെ ഡസ്റ്റ് കുറച്ച് തേനോ അല്ലെങ്കിൽ കസ്തൂരി മഞ്ഞളൊക്കെ ഉണ്ടെങ്കിൽ അതും കൂടെ ചേർത്ത് മിക്സ് ചെയ്ത് നന്നായിട്ടൊന്ന് സ്ക്രബ് ചെയ്ത് യൂസ് ചെയ്യുകയാണെങ്കിൽ ആ ഒരു കറുപ്പൊക്കെ കൈമുട്ടിയിലും കാലുമുട്ടിയിലും അതുപോലെ തന്നെ കഴുത്തിൻ്റെ പുറകിലൊക്കെ ഉള്ള ആ ഒരു കറുപ്പൊക്കെ നല്ല രീതിക്ക് തന്നെ പോയി കിട്ടും. ആദ്യത്തെ 1-2 യൂസിൽ തന്നെ നമുക്ക് നല്ല റിസൾട്ട് കിട്ടും. ഞാൻ പരീക്ഷിച്ച് എനിക്ക് റിസൾട്ട് കിട്ടിയ ഒരു ടിപ്പാണ്. ഉറപ്പായിട്ടും ഇപ്പം മിക്കവർക്കും ഉണ്ടല്ലോ ഈ കൈമുട്ടിയിലും അതുപോലെ തന്നെ കാൽമുട്ടിയിലൊക്കെ ആ ഒരു കറുപ്പ്, അതുപോലെ തന്നെ കഴുത്തിൻ്റെ പുറകിലൊക്കെ. ഇതുപോലെ ഒന്ന് നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. നല്ല റിസൾട്ട് കിട്ടും. അപ്പോൾ ഇനി നമുക്ക് നമ്മുടെ അടുത്ത ടിപ്പിലേക്ക് കിടക്കാം. ഓൾറെഡി ഞാനൊരു വീഡിയോയിൽ കാണിച്ചായിരുന്നു, മുട്ട വേവിക്കുമ്പോൾ നമ്മൾ ഇതുപോലെ കുറച്ച് സവാളയുടെ തൊലിയൊക്കെ ഇട്ട് കൊടുത്ത് വേവിക്കുകയാണെങ്കിൽ മുട്ട പൊട്ടാണ്ട് തന്നെ നമുക്ക് വേവിച്ചെടുക്കാൻ പറ്റുമെന്ന്. അപ്പോൾ ബാക്കി വരുന്ന ഈ മുട്ട വേവിച്ച ആ ഒരു വെള്ളം നമുക്ക് കളയേണ്ട ആവശ്യമില്ല കേട്ടോ. നമ്മൾ നന്നായിട്ട് നമ്മുടെ ചെടികൾക്കൊക്കെ ഒഴിച്ച് കൊടുക്കുകയാണെങ്കിൽ നല്ലൊരു വളമാണ്. നല്ല തെഴുത്ത് നമ്മുടെ ചെടികളും പൂക്കളൊക്കെ വളരും കേട്ടോ. ഉറപ്പായിട്ട് ഈ ഒരു ടിപ്പ് ട്രൈ ചെയ്ത് നോക്കുക. ഇതിന് ശേഷം മുട്ട വേവിച്ച വെള്ളം നിങ്ങൾ കളയരുത് കേട്ടോ. അപ്പോൾ ഇനി നമുക്ക് നമ്മുടെ അടുത്ത ടിപ്പിലേക്ക് കിടക്കാം. പപ്പടം നല്ല രീതിക്ക് ഒട്ടും തന്നെ ഓയിലൊന്നും ഇല്ലാണ്ട്, അതുപോലെ തന്നെ പപ്പടത്തിൻ്റെ ടേസ്റ്റ് ഒന്നും മാറാതെ കൊണ്ട് നമുക്ക് എങ്ങനെ ഫ്രൈ ചെയ്തെടുക്കാം എന്നുള്ളൊരു കിടിലൻ ടിപ്പാണ്. അപ്പോൾ നമുക്കതെങ്ങനെയാണ് ഫ്രൈ ചെയ്തെടുക്കുന്നതെന്നൊന്ന് കണ്ടു നോക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്കിതുപോലെ പപ്പടം എടുത്ത് നമുക്ക് ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കി ഒന്ന് കട്ട് ചെയ്തെടുക്കാം. എളുപ്പത്തിന് വേണ്ടിയിട്ടാണ് നമ്മളിതുപോലെ ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കി എടുക്കുന്നത്. അപ്പോൾ ഇതാ ഞാനിതുപോലെ ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കി പപ്പടം എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിതുപോലെ ഒരു കുക്കറാണ് യൂസ് ചെയ്യുന്നത്. കുക്കർ നന്നായിട്ടൊന്ന് ചൂടായതിന് ശേഷം നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന പപ്പടം കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാം. നല്ല രീതിക്ക് ആ ചൂടൊന്ന് നിൽക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ കുക്കർ ഉപയോഗിക്കുന്നത് കേട്ടോ. എന്നിട്ട് നമുക്കൊരു തവി ഉപയോഗിച്ച് നന്നായിട്ടൊന്ന് പപ്പടം റോസ്റ്റ് ചെയ്ത് കൊടുക്കാം. വേഗത്തിൽ തന്നെ നമ്മുടെ പപ്പടം ഇവിടെ റെഡിയായി കിട്ടും കേട്ടോ. ടേസ്റ്റിലൊന്നും ഒരു വ്യത്യാസവും വരില്ല. നല്ല ടേസ്റ്റ് ആയിരിക്കും. നമ്മൾ എണ്ണയിൽ വറുത്തെടുത്ത പോലെ തന്നെ നല്ല ടേസ്റ്റ് ആയിരിക്കും കേട്ടോ ഈ ഒരു പപ്പടം കഴിക്കാൻ വേണ്ടിയിട്ട്. അതുപോലെ തന്നെ നല്ല ഹെൽത്തിയാണ് ഇങ്ങനെ നമ്മൾ പപ്പടം റോസ്റ്റ് ചെയ്ത് കഴിക്കുന്നത് കൊണ്ട് തന്നെ. അതുപോലെ തന്നെ ശരീരഭാരം കുറയ്ക്കുന്നവരും അതുപോലെ തന്നെ ഒരുപാട് രോഗവും കാര്യങ്ങളും ഉള്ളവരൊക്കെ ഇത് നമ്മൾ ഓയിൽ ഫ്രൈ ചെയ്ത് കഴിക്കുന്നത് കൊണ്ട് തന്നെ കഴിക്കാണ്ടിരിക്കും ഈ പപ്പടം. അപ്പോൾ ഇതുപോലൊക്കെ നമ്മൾ റോസ്റ്റ് ചെയ്തെടുക്കുകയാണെങ്കിൽ ഒട്ടും തന്നെ ഓയിലൊന്നും ഇല്ലാണ്ട് കൊണ്ട് നമ്മൾ റോസ്റ്റ് ചെയ്തെടുക്കുകയാണെങ്കിൽ ആർക്ക് വേണമെങ്കിലും പപ്പടം കഴിക്കാം. ദിവസം കഴിച്ചാലും നമുക്ക് കുഴപ്പമില്ലല്ലോ. ഒട്ടും തന്നെ ഓയിലൊന്നും ഇല്ലാതെ നമ്മളിത് റെഡിയാക്കി എടുക്കുന്നതുകൊണ്ട് നമുക്ക് ധൈര്യമായിട്ട് കഴിക്കാം. നമുക്ക് ശരീരത്തിൽ വെയിറ്റ് ഒന്നും കൂടുകയില്ല. ഓയിലൊന്നും ഇല്ലാതെ നമ്മൾ ഫ്രൈ ചെയ്തെടുക്കുന്നത് കൊണ്ട് നല്ല ഹെൽത്തി ആയിട്ട് തന്നെ നമുക്ക് കഴിക്കാവുന്നതാണ്. അപ്പോൾ ഇതുപോലെ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് കണ്ടാലറിയാം, നമ്മളൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കുമ്പോൾ തന്നെ ആ ഒരു പപ്പടം വീർത്ത് വരുന്നത് നിങ്ങൾക്ക് കണ്ടാലറിയാം. പെട്ടെന്ന് തന്നെ നമുക്കിത് റെഡിയാക്കി എടുക്കാവുന്നതാണ് കേട്ടോ. നിങ്ങൾക്ക് കണ്ടാലറിയാം, നല്ല ചൂടായാൽ മതി. നമ്മുടെ കുക്കറൊന്ന് നല്ല ചൂടായി കിട്ടിയാൽ മതി. വേഗത്തിൽ തന്നെ നമുക്കത് റോസ്റ്റായി കിട്ടും.
അപ്പോൾ ഇതാ നമ്മുടെ പപ്പടം ഇവിടെ നല്ല രീതിക്ക് തന്നെ റോസ്റ്റായി കിട്ടിയിട്ടുണ്ട്. നിങ്ങൾക്ക് കണ്ടാലറിയാം നല്ല രീതിക്ക് തന്നെ നമ്മുടെ പപ്പടം ഫ്രൈ ആയി കിട്ടിയിട്ടുണ്ട്. അത് നിങ്ങൾക്ക് കണ്ടാലറിയാം. അപ്പോൾ ഇതുപോലെ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. നല്ല ടേസ്റ്റാണ്. ആ ടേസ്റ്റിലൊന്നും ഒരു വ്യത്യാസവും വരുന്നില്ല പപ്പടത്തിന്. ഇതാ നിങ്ങൾക്ക് കണ്ടാലറിയാം. നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ നമ്മുടെ പപ്പടം റോസ്റ്റ് ചെയ്ത് കിട്ടിയിട്ടുണ്ട്. ഒട്ടും തന്നെ ഓയിലൊന്നും ഇല്ലാതെ തന്നെ. അപ്പം ഇനി അതുപോലെ തന്നെ കുറച്ച് എണ്ണയുടെ ടേസ്റ്റൊക്കെ വേണം എന്നുള്ളവർക്കാണെങ്കിൽ ഇതുപോലെ ഒരു 1/4 ടീസ്പൂണിലും കുറവായിട്ട് കുറച്ച് വെളിച്ചെണ്ണ നമുക്ക് അതേ കുക്കറിലേക്ക് ഇട്ട് കൊടുത്തതിന് ശേഷം കുറച്ച് മുളക് പൊടി അല്ലെങ്കിൽ ചില്ലി ഫ്ലേക്സ് എന്തെങ്കിലും കയ്യിലുണ്ടെങ്കിൽ അത് നമുക്ക് ഈ ഒരു എണ്ണ ചൂടായ ഉടനെ നമുക്ക് അതിലേക്ക് ഇട്ട് കൊടുക്കാവുന്നതാണ്. അപ്പോൾ ഇതാ എണ്ണ നന്നായിട്ട് ചൂടായിട്ടുണ്ട്. ഞാനൊരു 1/4 ഒരു പിഞ്ച് ഓഫ് മുളക് പൊടി മാത്രമാണ് ഞാനിവിടെ ചേർത്ത് കൊടുക്കുന്നത്. നിങ്ങളടുത്ത് ചില്ലി ഫ്ലേക്സ് ഉണ്ടെങ്കിൽ അതുകൂടെ ഇട്ട് കൊടുക്കാവുന്നതാണ്. എന്നിട്ട് നമ്മൾ റോസ്റ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ആ ഒരു പപ്പടം ഇതുപോലെ ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്ത് എടുക്കുവാണെങ്കിൽ നല്ലൊരു മസാല പപ്പടം റെഡിയാവും കേട്ടോ. അങ്ങനെ കഴിക്കാനും നല്ല ടേസ്റ്റ് ആയിരിക്കും. ഒട്ടും തന്നെ ഓയിലില്ലാണ്ടെയും അതുപോലെ തന്നെ ചെറിയ തോതിൽ നമുക്ക് ഓയിൽ ഒഴിച്ചുകൊണ്ട് ആ ഒരു ടേസ്റ്റോട് കൂടി കഴിക്കാനും നമുക്ക് നല്ലതാണ്. ഇതുപോലെ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. നമ്മൾ ഒരുപാട് ഓയിലൊക്കെ ഒഴിച്ച് ആ ഓയിൽ വീണ്ടും റീയൂസ് ചെയ്ത് നമുക്ക് ഹെൽത്തിന് അത്രയ്ക്ക് നല്ലതല്ലല്ലോ നമ്മൾ ഓയിലൊക്കെ റീയൂസ് ചെയ്ത് കഴിക്കുന്നത്. അപ്പോൾ ഇനിയിപ്പോൾ ഓയിലിൽ തന്നെ ഫ്രൈ ചെയ്ത് കഴിക്കണം. ഓയിലിൻ്റെ ആ ഒരു ടേസ്റ്റ് ഉണ്ടെങ്കിലാണ് പപ്പടത്തിൻ്റെ ടേസ്റ്റ് പെർഫെക്റ്റ് ആയിട്ട് ഇരിക്കുകയുള്ളൂ എന്ന് തോന്നുന്നവർക്ക് ഇതുപോലെ നമ്മൾ റോസ്റ്റ് ചെയ്തെടുത്തതിന് ശേഷം കുറഞ്ഞ അളവിൽ എണ്ണ ഒന്ന് ഒഴിച്ച് കൊടുത്ത് ഇതുപോലെ ചെയ്യുവാണെങ്കിൽ നല്ല ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. അപ്പോൾ നമുക്ക് ഒരുപാട് ഓയിൽ ഒഴിച്ച് വീണ്ടും അത് റീയൂസൊക്കെ ചെയ്ത് നമുക്ക് ഹെൽത്ത് സ്പോയിലാക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ ഇതൊരു നല്ലൊരു ടിപ്പാണ്. കുറഞ്ഞ എണ്ണയിൽ നമുക്ക് പപ്പടം ഫ്രൈ ചെയ്തെടുക്കാം. അതുപോലെ തന്നെ ഒട്ടും തന്നെ ഓയിലില്ലാണ്ട് നല്ല രീതിക്ക് തന്നെ നമുക്ക് പപ്പടം റോസ്റ്റ് ചെയ്തെടുക്കാനുള്ള ടിപ്പും ഉറപ്പായിട്ട് നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക. അതുപോലെ തന്നെ നല്ല കുറേ വീഡിയോസ് ഞാൻ എൻ്റെ ചാനലിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അതും കൂടെ നിങ്ങളൊന്ന് കണ്ടു നോക്കുക കേട്ടോ. അപ്പോൾ പിന്നെ ഒരു പുതിയ വീഡിയോ ആയിട്ട് നിങ്ങളുടെ അടുത്തേക്ക് വരുന്നത് വരയ്ക്കും എല്ലാവർക്കും ബായ്.